എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുടുംബജീവിതക്കാരെ സംബന്ധിച്ച് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. പലർക്കും വിവാഹ ജീവിതത്തേക്ക് കടന്നു വരാത്തവരെ സംബന്ധിച്ച് ഇത് വളരെ വലിയൊരു തമാശയും, എന്നാൽ വന്നവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ വേദനയുമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ ഉപമയിൽ കൂടി നിങ്ങളോട് പറഞ്ഞു തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, നമ്മളൊക്കെ ജലാശയങ്ങൾ, മനോഹരമായ ജലാശയങ്ങൾ കാണാറുണ്ട്. ആ ജലാശയങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ വലിയ പാറകളും അല്ലെങ്കിൽ കല്ലുകളും ഒക്കെ അതിൻ്റെ അടിയിലുണ്ടാകും. എന്നാൽ പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് സ്വച്ഛമായിട്ട് ഒഴുകുന്ന ഒരു ജലാശയം അല്ലെങ്കിൽ പുഴയോ നദിയോ ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ പാറകളും കല്ലുകളും ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പുറമേന്ന് നോക്കുന്ന ആർക്കും മനസ്സിലാവില്ല. ഇത്രയും പറഞ്ഞെങ്കിലും ടോപ്പിക് എന്താണെന്ന് ഞാൻ പറയാത്തത് കൊണ്ട് നിങ്ങളൊക്കെ അതെന്താണെന്ന് വിചാരിക്കുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ വരുന്ന വലിയൊരു പ്രശ്നമാണ് സംശയരോഗം എന്ന് പറയുന്ന ഒരു കാര്യം. ഈ സംശയരോഗം എന്ന് പറയുന്നത്, അതിനെ ഒന്ന് നിർവചിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജലാശയത്തിൻ്റെയും കല്ലുകളുടെയും പാറകളുടെയും ഒക്കെ കാര്യം ആദ്യമേ എടുത്തിട്ടത്. നമുക്കറിയാം, നമ്മളൊക്കെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ജലാശയം പോലെ ആയിരിക്കും പലപ്പോഴും നമുക്ക് വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ കല്ലുകളും പാറകളും ഒളിഞ്ഞിരിക്കുന്നത് പോലെ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഈ സംശയം എന്ന് പറയുന്ന കാര്യം. ഏതെങ്കിലും ഒരു മക്കള്, സഹോദരങ്ങൾ തമ്മിൽ സംശയിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അപ്പനോ അമ്മയ്ക്കോ ഏതെങ്കിലും ഒരു മകനോടോ മകളോടോ സ്നേഹം കൂടുതലാണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളതിനെ സംശയരോഗം എന്ന് പറയുമോ? ഇല്ല. ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ബോസിന് ഏതെങ്കിലും ഒരു എംപ്ലോയിയോട് കൂടുതൽ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവരെ കൂടുതലായിട്ട് വിലമതിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിനെ സംശയരോഗം എന്ന് പറയാറുണ്ടോ? എനിക്ക് സംശയം തോന്നുന്നു, അവരോടാണ് കൂടുതൽ താല്പര്യം, അവർ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നതെന്ന് പറയുന്നതിൻ്റെ പേരിൽ നമ്മൾ ആരെങ്കിലും അതിനെ സംശയരോഗം എന്ന് പറയാറുണ്ടോ? ഒരിക്കലുമില്ല. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരങ്ങളിൽ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം എന്ന് പറഞ്ഞിട്ട് അതിനെ സംശയരോഗം എന്ന് നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. പിന്നെ എവിടെയാണ് ഈ സംശയരോഗം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കടന്നു വരുന്നത്? കുടുംബജീവിതത്തിലാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ മാത്രം വരുന്ന ഒരു ഘടകമാണ് സംശയരോഗം എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പം അതിൽ നിന്ന് തന്നെ അറിയാം, എന്തോ ഒരു വ്യത്യസ്തത ഇതിനുണ്ട്. അതായത്, ഒരു അപ്പൻ്റെ അമ്മയുടെയും പല മക്കളുണ്ടെന്ന് ഉള്ള അവസ്ഥയിൽ അവരുടെ സ്നേഹം സ്പ്ലിറ്റ് ചെയ്ത് പോകുമെന്ന് ഓരോ വ്യക്തിക്കും അറിയാം. അത് പങ്കുവയ്ക്കപ്പെടാനുള്ള സ്നേഹമാണ്. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പല എംപ്ലോയീസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ എംപ്ലോയീസിനൊക്കെ ആ ബോസിൻ്റെ കൺസിഡറേഷനും കൺസേണും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, അതിനർഹതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും ആ ഒരു കൺസേൺ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു പോകും. ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സിന് ഓരോ വിദ്യാർത്ഥികളോടും പ്രത്യേക താല്പര്യവും സ്നേഹമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ടീച്ചറിൻ്റെ സ്നേഹവും അവിടെ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു പോകുമെന്ന് ഓരോരുത്തർക്കും അറിയാം. എന്നാൽ വിവാഹ ജീവിതത്തിൽ ഈ ഒരു സ്നേഹം സ്പ്ലിറ്റ് ചെയ്തു പോകാൻ ഒരു ദമ്പതികളും പരസ്പരം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടെയുള്ള ഈ സ്നേഹത്തിൻ്റെ പരാതിക്ക് നമ്മൾ സംശയം അല്ലെങ്കിൽ സംശയരോഗം എന്ന് വ്യാഖ്യാനിക്കുന്നത്. തീർച്ചയായും ഒരു ജലാശയത്തിൻ്റെ ഉള്ളിൽ കല്ലുകളും പാറകളും ഉള്ളതുപോലെ വിവാഹ ജീവിതത്തിലേക്ക് വന്നാൽ അതിൻ്റെ ഉള്ളിൽ എവിടെയോ ഈ പാറയും കല്ലുമൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം അത് അതിൻ്റെ കൂടെ കിട്ടുന്നൊരു എക്സ്ട്രാ അസറ്റാണ്. അതായത്, ഈ സംശയം എന്ന് പറയുന്ന ഘടകമില്ലാതെ ഒരു കുടുംബജീവിതം ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. എന്നാൽ ജലാശയത്തിൻ്റെ പുറമേ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കല്ലുകളോ പാറകളോ ഒന്നും പുറമേക്ക് വിസിബിൾ ആവാത്തതുപോലെ നന്നായിട്ട് പോകുന്ന ദാമ്പത്യത്തിൽ ഇത് വിസിബിൾ ആവില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ചിലപ്പോഴെങ്കിലും ഈ ജലാശയത്തിൽ വേനൽക്കാലമൊക്കെ വരുന്ന സമയത്ത് വെള്ളം കുറഞ്ഞു വരും. ഈ കുറഞ്ഞു വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള പാറകളും കല്ലുകളും ഒക്കെ പുറത്തേക്ക് ഇങ്ങനെ തലവൊക്കി വരാറുണ്ട്. ആ സമയത്ത് നമ്മൾ വിചാരിക്കുന്നത്, ഈ പാറകൾ പുറമേ നിന്ന് എവിടുന്നോ വന്നതാണ്, ഇത്ര നാളും ഇതിനകത്ത് ഇല്ലാതിരുന്ന പാറകൾ വേറെ എവിടുന്നോ വന്നതാണെന്നാണോ നമ്മൾ ചിന്തിക്കുക? അല്ല, പകരം അതിൻ്റെ ഉള്ളിൽ മറഞ്ഞിരുന്ന പാറകൾ ജലം കുറഞ്ഞത് നിമിത്തം
പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഇതുപോലെ നമ്മളുടെ ദാമ്പത്യത്തിൽ എവിടെയെങ്കിലും സ്നേഹമാകുന്ന ജലം കുറഞ്ഞു വരുമ്പോഴാണ് അവിടെ അതിൻ്റെ ഉള്ളിലുള്ള ഈ സംശയമാകുന്ന പാറകളും കല്ലുകളും ഒക്കെ തലപൊക്കി വരിക. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലൊക്കെ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, പലപ്പോഴും ഈ ഒരു സംശയകരമായ കാര്യങ്ങൾ നമ്മൾ എടുത്തിടാറുണ്ട്. ഇനി വിവാഹം കഴിക്കേണ്ട അതിന് മുന്നേ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പരസ്പരം അത് വളരെ പോസിറ്റീവായിട്ടാണ് എടുക്കുക. കാരണം അവൾക്ക് അല്ലെങ്കിൽ അവന് തന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അവിടെ അതിന് പരാതിയോ പ്രശ്നങ്ങളിലേക്കോ പോകാൻ അവസരമില്ല. അതേസമയം കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതേ കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും അസ്വസ്ഥതയായിരിക്കും ഉണ്ടാവുക. ആദ്യത്തെ ഞാൻ പറഞ്ഞ സിറ്റുവേഷനിൽ ഇങ്ങനെ പരാതികൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെക്കാളും സ്നേഹം മറ്റു പലരോടുമാണ് അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഒക്കെയാണ് എന്ന് സംശയം പറയുന്ന സമയത്ത് പങ്കാളി വിചാരിക്കുന്നത് ഇത് എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്വാഗതാർഹമാണ്. താൻ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നു എന്നാണ് അതിൽ നിന്ന് അവൻ മനസ്സിലാക്കുക അല്ലെങ്കിൽ അവൾ മനസ്സിലാക്കുക. അതോടൊപ്പം ഈ പരാതിയെ ഇല്ലായ്മ ചെയ്യാനായിട്ട്, ഈ സംശയമാകുന്ന പാറകളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് സ്നേഹമാകുന്ന ജലം കൂടുതൽ അവിടെ ഒഴുക്കാനായിട്ട് പരിശ്രമിക്കും. എന്നാൽ കാലക്രമേണ ഈ സംശയമാകുന്ന കല്ലുകൾ പൊങ്ങി വരുമ്പോൾ ആ കല്ലുകളെ മൂടാൻ വേണ്ടിയിട്ടുള്ള സ്നേഹമാകുന്ന ജലം ഒഴുക്കാൻ പലപ്പോഴും സമയം കിട്ടാറില്ല, അല്ലെങ്കിൽ സാധിക്കാറില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് കാലം കഴിഞ്ഞു പോകുന്തോറും ഈ കല്ലുകളും പാറകളൊക്കെ തലപൊക്കി വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു വിവാഹ ജീവിതത്തിൻ്റെ വൈകിയ വേളയിൽ വരുന്ന ഒരു സംഭവമല്ല ഇത്. പകരം ഇത് അതിൻ്റെ ഉള്ളിൽ തന്നെ അന്തർലീനമാണെങ്കിൽ പോലും നമ്മൾ അതിനെ മൂടിക്കളയത്തക്ക രീതിയിൽ ഒരു സ്നേഹമാകുന്ന ജലം ഒഴുക്കാനായിട്ട് പരിശ്രമിക്കാത്തതാണ് പലപ്പോഴും ഈ ജലാശയത്തിൽ പാറകളും കല്ലുകളും ഒക്കെ പൊങ്ങി വരാൻ ഇടയാക്കുന്നത് എന്നൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കുക. അതോടൊപ്പം ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞ് നിരന്തരമായിട്ട് വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല, നിങ്ങളെ വേറെ ആരോടൊക്കെയാണ് സ്നേഹം എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് കള്ളമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ വ്യക്തിയുടെ ഓവർ പൊസസീവ്നെസ് കൊണ്ട് വരുന്ന ഈ ഒരു ചിന്തകളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് കൂടുതൽ സ്നേഹം അവിടെ നൽകാൻ ബാധ്യസ്ഥനാണ് അല്ലെങ്കിൽ ബാധ്യസ്ഥയാണ്. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സംസാരവും രീതികളും ഇതുപോലെയുള്ള ചിന്തകളൊക്കെ അവിടെ നിന്ന് മാറിക്കിട്ടുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ സ്വച്ഛമായി ഒഴുകുന്ന ഒരു പുഴയിൽ അതിൻ്റെ ഉള്ളിൽ ഈ സംശയമാകുന്ന കല്ലുകളും പാറകളൊക്കെ കിടക്കുമ്പോൾ അറിയാതിരിക്കണമെങ്കിൽ ആ ജലാശയം എപ്പോഴും ജലം കൊണ്ട് നിറഞ്ഞിരിക്കണം. അതുകൊണ്ട് എവിടെയൊക്കെയാണോ എൻ്റെ കുടുംബജീവിതമാകുന്ന ജലാശയത്തിൽ ജലം വറ്റിപ്പോകാൻ ഇടവരുന്ന സാഹചര്യം, ആ സാഹചര്യങ്ങൾ ഒഴിവാക്കാനും കൂടുതൽ സ്നേഹം കൊണ്ട് ആ ജലാശയത്തെ നിറയ്ക്കാനുമായിട്ട് പരിശ്രമിക്കുക. എത്രമാത്രം ജലാശയത്തിലെ ജലം കൂടുന്നു അതിനനുസരിച്ച് ഈ ഒരു സംശയമാകുന്ന പാറകളും കല്ലുകളും തമ്മിലുള്ള അകലം കൂടി വരും. അതുകൊണ്ട് അത് കൂടുതൽ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് സ്വച്ഛമായിട്ട് ഒഴുകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ വളരെ ബോധപൂർവം തന്നെ ധാരാളം ജലം ആ ജലാശയത്തിൽ നിറയ്ക്കാനായിട്ട് പരിശ്രമിച്ചു കൊള്ളുക. എത്രമാത്രം സ്നേഹം നിങ്ങൾക്ക് ആ ജലാശയത്തിൽ പകരാൻ സാധിക്കുമോ അത്രമാത്രം നിങ്ങളുടെ ദാമ്പത്യം സ്വച്ഛമായിട്ട് ശാന്തമായിട്ട് മനോഹരമായിട്ട് ഒഴുകും എന്നതിലൊരു സംശയവുമില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.